ഹലോ നമസ്കാരം. നമ്മളെല്ലാം വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന കെ.എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള നോട്ടീസ് അനുസരിച്ചിട്ട് കഴിഞ്ഞ കെ.എസിൻ്റെ അതേ സിലബസുകളും പാറ്റേണും തന്നെയാണെന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി ഏപ്രിൽ 9-ാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂണിലും അതുപോലെ തന്നെ ഒക്ടോബറിലുമായിട്ടായിരിക്കും പ്രിലിംസും മെയിൻസിൻ്റെ എക്സാംസ് നടക്കുക. നമ്മൾ വലിയ അത്ഭുതങ്ങൾക്കൊന്നും ഇട നൽകാതെ നേരത്തെ പോലെ തന്നെ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്ന് പറയുന്ന രീതിയിൽ 3 സ്ട്രീംസ് ആയിട്ടാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. നമ്മുടെ ശമ്പള സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. 77,200 രൂപ മുതൽ 1,40,50,000 വരെയുള്ള ശമ്പള സ്കെയിലാണ്. ഒഴിവുകളുടെ ടോട്ടൽ നമ്പർ 31 ആണ്. സ്ട്രീം 1-ൽ 11, സ്ട്രീം 2-ൽ 10, സ്ട്രീം 3-ൽ 10. അപ്പോൾ 11, 10, 10 വീതമുള്ള രീതിയിലാണ് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 ഉള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രീം 1 എന്ന് പറയുന്നത് നമുക്കറിയാം 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയുള്ള ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും. സ്ട്രീം 2-ൽ അപ്രൂവ്ഡ് പ്രൊഫഷണേഴ്സ് ആയിട്ടുള്ള സ്ഥിര ജീവനക്കാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നോക്കുമ്പോൾ 40 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ നമുക്ക് മത്സരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീം 3-ലേക്ക് വരുമ്പോഴത്തേക്ക് 50 വയസ്സിന് താഴെയുള്ള 1-ാം ഗസറ്റഡ് തസ്തികയിലുള്ള ആൾക്കാർക്കാണ് അതിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഇനി നമുക്കതിനകത്ത് പ്രായപരിധി എന്ന് പറയുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രീം 1-ൽ 21 തൊട്ട് 32 വയസ്സ് വരെയാണ്. 1993 ജനുവരി 2-ാം തീയതിക്കും 2004 ജനുവരി 1-ാം തീയതിക്കും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ട്രീമിൽ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ട്രീമിൽ 40 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. 21 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ 1985 ജനുവരി 2-ാം തീയതി മുതൽ 2004 ജനുവരി 1-ാം തീയതിക്ക് ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി സ്ട്രീം 3-ലേക്ക് വരുമ്പോഴത്തേക്ക് 50 വയസ്സ് തികയാത്തവരായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയാണുള്ളത്. ഇനി എന്തായാലും ഈ 50 വയസ്സ് വരെയാണ് നമുക്ക് അതിൻ്റെ പ്രായപരിധി വരുന്നത്. ഇനി നമ്മുടെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷമാണ് അതിനകത്തൊരു പ്രായപരിധിയിൽ ഇളവ് കൊടുക്കുന്നത്. OBC വിഭാഗത്തിന് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനി കാഴ്ച, കേൾവി, സംസാരം തുടങ്ങുന്ന ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 വർഷം വരെയും, ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള ഭിന്നശേഷിയുള്ളവർക്ക് 10 വർഷം പ്രായപരിധിയിലും ഇളവ് കൊടുക്കുന്നതായിരിക്കും. ഇതുകൂടാതെ വിമുക്ത ഭടന്മാർക്കും പ്രത്യേകം പ്രായപരിധി അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചുണ്ടാവും. വിധവകൾക്കും അതുപോലെ തന്നെ ഒരു പ്രായപരിധിക്കുള്ള സ്കോപ്പുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഇതിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ. ഇതിനകത്ത് യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പൊതുവായിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ 2020-ലെ കെ.എസിൻ്റെ അതേ രീതിയിൽ തന്നെയാണുള്ളത്. വെറും 90 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിൽ. നമ്മൾ എത്രയും വേഗം നല്ല രീതിയിൽ വളരെ നല്ലൊരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചാൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റ് എക്സാംസ് പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ എഫേർട്ടൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഫോട്ടോൺ IAS-ൻ്റെ കെ.എസ് സക്സസ് ഫോർമുല എന്ന് പറയുന്ന കോഴ്സ് മാർച്ച് 17-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതിയാകും. സോ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.